വലിയൊരു അമ്പലമാണ് കേട്ടോ. ഇത് ഏതാണ് അമ്പലത്തിൻ്റെ പേരെന്നറിയില്ല. അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു നദി ഒഴുകുന്നുണ്ട്. കബനി നദിയാണത്. അമ്പലത്തിൻ്റെ മുന്നിലൊരു മണ്ഡപമുണ്ട്. നല്ല രസമുണ്ടല്ലേ. ഇത് രാജഭരണകാലത്തൊക്കെ ഉള്ള ഒരു അമ്പലമാണെന്ന് തോന്നുന്നു. ഇവിടെ കുംഭമേളയൊക്കെ നടക്കുന്നുണ്ട്. ഇത് പഴയ രാജഭരണകാലത്ത് ഉണ്ടായിരുന്ന ഒരു അമ്പലമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഗംഗാ, ചോള, പിന്നെ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ ഈ അമ്പലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കാലം പഴക്കമുള്ളതാണ്. ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഇതൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരിക്കൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഈ അമ്പലത്തിൻ്റെ അകത്തേക്കൊന്ന് പോകണം. നല്ലൊരു അമ്പലമാണ് കേട്ടോ. അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ തന്നെ കാവേരി കബനി നദി ഒഴുകി പോകുന്നു. തഞ്ചാവൂരിലെ അമ്പലങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതേപോലെ തോന്നുമെങ്കിൽ ഇത് തഞ്ചാവൂരിലെ അമ്പലമല്ല, കർണാടകയിലെ നരസിപുര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു കബനി നദി ഒഴുകുന്നുണ്ട്. ശ്രീ മഹാലക്ഷ്മിയും നരസിംഹസ്വാമിയാണ് ഇവിടെയുള്ള പ്രതിഷ്ഠ. ഇതിൻ്റെ ഇവിടെയുള്ള ഒരു നമസ്കാര മണ്ഡപം നമസ്കാര മണ്ഡപമാണോ, ഒരു മണ്ഡപം. എത്രയോ കാലങ്ങളായിട്ട് നിൽക്കുന്ന മണ്ഡപമാണെന്നറിയോ. ഇതിപ്പോൾ കുറേ വിള്ളലൊക്കെ വീണിട്ടുണ്ട് ഇതിൻ്റെ തറയുടെ മീതെ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. മഹാലക്ഷ്മി കുഞ്ച നരസിംഹസ്വാമി ക്ഷേത്രം. ആ അമ്പലത്തിൽ അതിൻ്റെ ഒരു ഫോട്ടോ ആണ്. ഇവിടെ വലിയൊരു കൂടാരമുണ്ട്. ഈ കൂടാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വേറെ ഒന്നല്ല, ഇവിടുത്തെ രഥത്തിൻ്റെ കൂടാരമാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഈ വലിയ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ഇത് രഥം നിർത്താൻ ഉള്ള സാധനങ്ങളാണ്. ഉള്ളിൽ രഥം ഉണ്ടായിരിക്കണം. യെസ്, ഉണ്ട്. കബനി നദിയുടെ വേറൊരു തീരത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഈ ഒരു നദി ഇങ്ങനെ ഒഴുകി വയനാട്ടിൽ നിന്ന് ഒഴുകിയിട്ട് ഇങ്ങനെ പോകുന്നതാണെന്ന് തോന്നുന്നു. അതോ ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് ഒഴുകി പോകണോ? എന്തായാലും വയനാട്ടിൽ കൂടെ പോകുന്നൊരു നദിയല്ലേ കബനി നദി, കേട്ടിട്ടേ ഉള്ളൂ. അമ്പലത്തിനകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല, അതാണ് ഒരു വിഷമമുള്ളത്. ഇനി ഒരു അവസരം കിട്ടുമ്പോൾ കയറണം. മൈസൂരിൽ നിന്ന് ഏകദേശം ഒരു 48 രൂപയുടെ വഴിയുള്ളൂ. ഞായറാഴ്ച വരാൻ പറ്റുമെങ്കിൽ ഞായറാഴ്ച വരണം. തഞ്ചാവൂരിലെ പെരിയ കോവിൽ കണ്ടിട്ടുണ്ടല്ലോ. ഇത് നേരത്തെ കബനി നദിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശരിക്കൊരു ത്രിവേണി സംഗമമാണ്. 3 നദികൾ ചേരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെയാണ് കുംഭമേള നടക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയ്ക്ക് നല്ല പ്രസിദ്ധമാണെന്നൊക്കെ പറയുന്നത്.
അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ വേറെ ഗണപതിയുടെ ചെറിയൊരു അമ്പലം കൂടി ഉണ്ട്. ഇതെന്താണ്, നവഗ്രഹങ്ങളുടെ അമ്പലമാണെന്ന് തോന്നുന്നു, അറിയില്ല. ഈ ഒരു നാട്ടിൽ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ഇതേപോലെ കുറേ മൃഗങ്ങളിങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത് കാണാം. അവരിങ്ങനെ വേസ്റ്റിൽ നിന്ന് ഓരോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീ മഹാലക്ഷ്മി ഗുഞ്ച നരസിംഹസ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മഹാലക്ഷ്മിയും നരസിംഹസ്വാമിയും ഉണ്ട് എന്നർത്ഥം. എനിക്ക് ഇങ്ങനെ ഈ കാണുന്ന കൊത്തുപണികളോട് കൂടിയിട്ടുള്ള മണ്ഡപങ്ങൾ, അമ്പലങ്ങൾ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഞാൻ രാവിലെ തന്നെ നേരത്തെ ഇങ്ങോട്ട് വന്നത്. അവിടെ അക്കരയിലായിട്ട് എന്തൊക്കെയോ പൂജ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ മണി അടിക്കുന്ന ശബ്ദം, ശംഖ് ഊതുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വിഷ്വൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നൊന്നുമില്ല, ഞാനിപ്പോൾ സൂം ചെയ്തിട്ട് എടുക്കുകയാണ്. ഇവിടെ കൊട്ടവഞ്ചികളൊക്കെ ഉണ്ട് കേട്ടോ കുറേ. ടൂറിസത്തിൻ്റെ ഭാഗമാണോ എന്താണെന്ന് അറിയില്ല, എന്തായാലും ഇതൊന്നും ഇപ്പോൾ ആക്റ്റീവ് അല്ല. അങ്ങനെ നദിയുടെ മുന്നിൽ തന്നെയാണ് നമ്മുടെ അമ്പലമുള്ളത്. ഇനി ഫ്രീ ടൈം കിട്ടുമ്പോൾ ഈ സൺഡേ വരാൻ പറ്റുമെങ്കിൽ അതിനകത്തേക്കൊന്ന് കയറണം. പിന്നെ ഇവിടെ പെയിൻ്റ് എടുത്ത് കയറാൻ പറ്റുമോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ മുണ്ട് മേടിക്കണം.